കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശികളായ നവാസ് ബഷീർ, സൗമി നവാസ് ദമ്പതികളുടെ 7 വയസ്സുള്ള ഷമാസ്, 4 വയസ്സുള്ള സഹോദരൻ ഷൌഫൻ, ഗുജറാത്ത് സ്വദേശികളായ രവി റീന ദമ്പതികളുടെ മകൻ ഹാർദിക് എന്നിവരാണ് കഴിഞ്ഞ ദിവസം മുങ്ങിമരിച്ചത്. ദമാം സെൻട്രൽ ആശുപത്രിയിലെ മോർച്ചറിയിൽ സൂക്ഷിച്ചിട്ടുള്ള 3 മൃതദേഹവും നിയമ നടപടികൾ പൂർത്തിയാക്കി നാട്ടിലെത്തിച്ച് സംസ്കരിക്കും. 2 ദിവസത്തിനുള്ളിൽ നടപടികൾ പൂർത്തിയാക്കാനാവുമെന്നാണ് പ്രതീക്ഷ. നവാസ് ബഷീറും സൗമിയും ഇന്ന് രാത്രി ജെറ്റ് എയർവേസ് വിമാനത്തിൽ നാട്ടിലേക്ക് പോകും. കുട്ടികളുടെ വിയോഗം ഉൾക്കൊള്ളാൻ ദമാമിലെ പ്രവാസി സമൂഹത്തിന് കഴിഞ്ഞിട്ടില്ല. മാതാപിതാക്കളെ ആശ്വസിപ്പിക്കാൻ അനുശോചന സന്ദേശവുമായി നിരവധി പേരാണ് എത്തുന്നത്. സാമൂഹ്യമാധ്യമങ്ങളിലും ഇതു സംബന്ധിച്ച വാർത്തകളും അനുശോചനക്കുറിപ്പുകളും പ്രവഹിക്കുകയാണ്. ദമാം ഇന്ത്യൻ സ്കൂളിൽ 1-ാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു ഷമാസ്. ഇതേ സ്കൂളിലെ LKG വിദ്യാർത്ഥിയായിരുന്നു ഷൌഫാൻ. കുട്ടികളുടെ മരണത്തിൽ അനുശോചിച്ച് സ്കൂളിന് ഇന്ന് അവധി നൽകിയിരുന്നു. ഫസ്റ്റ് ഇൻഡസ്ട്രിയൽ സിറ്റിയിൽ താമസ സ്ഥലത്തെ സ്വിമ്മിംഗ് പൂളിലായിരുന്നു തിങ്കളാഴ്ച വൈകിട്ട് അപകടം നടന്നത്. ദീർഘകാലമായി പ്രവർത്തനരഹിതമായി കിടക്കുന്ന പൂളിൽ കഴിഞ്ഞയാഴ്ച പെയ്ത കനത്ത മഴയിൽ വെള്ളം നിറഞ്ഞിരുന്നു. കൗതുകത്തോടെ ഇതു കാണാനെത്തിയ കുട്ടികളിൽ ഷൌഫാനാണ് ആദ്യം വെള്ളത്തിൽ വീണത്. രക്ഷിക്കാനുള്ള ശ്രമത്തിനിടെയാണ് മറ്റു 2 കുട്ടികളും മരിച്ചതെന്നാണ് വിവരം. മീഡിയ 1, ദമാം.